കോട്ടയം ഇരട്ടക്കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു പോലീസ്. തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കുടുംബജീവിതം തകർത്തതിൻ്റെ വൈരാഗ്യമാണ് പ്രതിയെ ഇരട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി അമിത് കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ ജീവനക്കാരനായിരുന്നു. അമിത് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് വിജയകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഈ സമയം ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞതോടെ അമിതിനെ ഭാര്യ ഉപേക്ഷിച്ചു. അമിത് ജയിലിൽ കഴിയുമ്പോൾ ഭാര്യയുടെ ഗർഭം അലസുകയും ചെയ്തു. ഇതെല്ലാം വിജയകുമാർ കാരണമാണെന്ന പകയാണ് അമിതിനെ ഇരട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി തനിച്ചാണ് കുറ്റകൃത്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. വിജയകുമാറിൻ്റെ വീടിന് സമീപത്തുള്ള മറ്റൊരു വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. രാത്രി 12:35 വിജയകുമാറിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പ്രതി അമിത് പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ സമയത്ത് ഇയാൾ മുഖം മറച്ചിരുന്നില്ല. കൊലപാതകം നടത്തിയ ശേഷം പുലർച്ചെ 3:45 ഇയാൾ തിരിച്ചു പോകുന്നത്. ഈ സമയം പ്രതി തുണി കൊണ്ട് മുഖം മറച്ചിരുന്നു. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന DVR വീടിന് പിൻവശത്തുള്ള തോട്ടിൽ ഉപേക്ഷിച്ചത്. ചോദ്യം ചെയ്യലിൽ 1.5 മണിക്കൂറിനുള്ളിൽ കുറ്റം പ്രതി സമ്മതിച്ചു. ആദ്യം കൊലപ്പെടുത്തിയത് വിജയകുമാറിനെയാണെന്നാണ് അമിത് പോലീസിനോട് പറഞ്ഞത്. നെഞ്ചിൽ കയറിയിരുന്ന് മുഖത്ത് കോടാലി കൊണ്ട് പലതവണ വെട്ടി. തുടർന്ന് ഡോക്ടർ മീരയെ കൊലപ്പെടുത്തി. ഇരുവരെയും ഉറക്കത്തിലാണ് കൊല ചെയ്തതെന്നും അമിത് പറഞ്ഞു. അമിതിനെ കുടുക്കിയത് ഇൻസ്റ്റഗ്രാം ഭ്രമമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇൻസ്റ്റഗ്രാം തുറക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയത്. ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് പോലീസ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ അമിത് ശ്രദ്ധിച്ചു. സ്വന്തം ഫോണിലെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചില്ല. സുഹൃത്തിൻ്റെ വൈഫൈ ഉപയോഗിച്ച് ഗൂഗിൾ അക്കൗണ്ട് ഫോണിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു. പിന്നീടാണ് ഇയാൾ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറിയത്. ഗൂഗിൾ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാനുള്ള അമിതിൻ്റെ ശ്രമം പോലീസ് സൈബർ വിങ് മനസ്സിലാക്കി. ഇങ്ങനെയാണ് പോലീസ് അമിതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തിയത്. പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മനസ്സിലാക്കിയ പോലീസ് ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. മോനുജ് ഉറാങ് 05 എന്ന പേരിലുള്ള അക്കൗണ്ടാണ് അമിതിനുള്ളത്. ഇതിൻ്റെ പേര് 7 തവണ മാറ്റിയിട്ടുണ്ട്. 62 പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. 1082 ഫോളോവേഴ്സ് ഉണ്ട്. 2060 പേരെ പിന്തുടരുന്നുണ്ട്. അമിതിൻ്റെ പക്കൽ നിന്ന് 8 സിം കാർഡുകളും 5 മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തി. 3 വർഷം വിജയകുമാറിൻ്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും അമിത് ജോലി ചെയ്തിരുന്നു. ജോലി ചെയ്യുന്നതിനിടെയാണ് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ഫോണുകൾ ഇയാൾ മോഷ്ടിച്ചത്. മാത്രമല്ല 1.5 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. തുടർന്നാണ് വിജയകുമാർ അമിതിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ ഇയാളെ സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഏപ്രിൽ ആദ്യവാരമാണ് ജയിലിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയത്.